Hello, welcome to market discussion of the day. Today, July 2nd, 2025, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് വെനസ്ഡേ ആണ്. സോ ഇന്ന് മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്യാനിരുന്ന ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലേ. സോ അത് ഇന്ന് ഉച്ചയ്ക്ക് വൈകുന്നേരം UK ടൈമിംഗ് ഉച്ചയ്ക്ക്, ഇന്ത്യൻ ടൈമിംഗ് വൈകുന്നേരം 7:30-ക്കും 10:30-ക്കും ആയിരിക്കും നമ്മളുടെ ഈ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നെടുത്ത് ഓർമ്മിപ്പിച്ചു പോവാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പെയ്ഡ് കോഴ്സും നടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽസ്. സോ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഫണ്ടമെൻ്റൽസ് ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ്. ടോട്ടലി ടെക്നിക്കൽ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകാവുന്ന ഒരു ദിവസം കൂടിയാണ്. പക്ഷേ നാളെ നമുക്ക് എന്തുണ്ട്? നമുക്ക് നാളെ കുറേ ന്യൂസുകളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാളെ നമ്മളുടെ നോൺ ഫാം പേറോൾ ഡേറ്റ വരുന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയും നോൺ ഫാം പേറോളിൻ്റെ അന്ന് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വെള്ളിയാഴ്ചയിലാണ് നോർമലി നോൺ ഫാം പേറോൾ വരുന്നത്. പക്ഷേ ഈ വെള്ളിയാഴ്ച US നിന്ന് അവധി ആയതുകൊണ്ടിട്ട് തന്നെ, വെള്ളിയാഴ്ച ഇൻഡിപെൻഡൻസ് ഡേ ആണ് US നിന്ന്, അതുകൊണ്ടിട്ട് US മാർക്കറ്റ് അവധി ആയതുകൊണ്ടിട്ട് തന്നെ നാളെ ആയിരിക്കും നോൺ ഫാം പേറോൾ വരുന്നത്. നാളെ ഉച്ചയ്ക്ക് 1:30 മണിക്ക് UK ടൈമിങ്ങിലാണ് ഈ പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. സോ അതിനുശേഷം ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും S&P ഗ്ലോബൽ സർവീസും അങ്ങനെ പല ന്യൂസുകളുണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട നോൺ ഫാം പേറോളാണ്. സോ അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് ഒരു കാരണവശാലും ഒരു ട്രേഡിനകത്ത് പോയി സ്റ്റക്ക് ആവാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമാണ് എടുത്ത് പറയാനായിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമുക്ക് ടോട്ടലി നമുക്കൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് വേറെ കുറേ ന്യൂസുകൾ വരാനുള്ളത് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകളാണ്. ഇപ്പോൾ വന്നിട്ടുള്ള ന്യൂസുകൾ എന്താ വെച്ചാൽ, ഇസ്രായേൽ ഹമാസ് വാർ ഒരു സീസ് ഫയറിലോട്ട് വരികയും അവിടെ നിന്നൊരു നല്ല രീതിയിലുള്ളൊരു ഒരു പീസ് അവിടെ ആ ഒരു സ്ഥലത്ത് പീസ് വരാനായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അതിൽ ഖത്തറും ഈജിപ്റ്റും മിഡിൽ നിന്നിട്ട് അത് ഒതുക്കി തീർക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അതുമാത്രമല്ല, റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രീതിയിലാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ അത് കാണിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പക്ഷേ അവിടെ കാര്യമായിട്ടുള്ള മിസൈൽസ്, ഏറ്റവും കൂടുതൽ മിസൈലുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ചൊവ്വാഴ്ച ന്യൂസുകൾ തിങ്കളാഴ്ചയോ ഞായറാഴ്ചത്തെ ന്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസൈൽസ് അന്ന് വിട്ടെന്ന് പറഞ്ഞു. ഇന്നലത്തെ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസൈൽസ് ഇന്നലെ വിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. സോ അതൊരു നെക്സ്റ്റ് ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനൊന്നുമില്ല. സോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഈ മാസത്തോടെ ആ ഒരു വാറും അവസാനിക്കാനുള്ള പോസിബിലിറ്റിയാണ്. കാരണം ഉക്രൈൻ തോൽവി സമ്മതിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യത്തിലോട്ട് വരികയും ആ വാറും അടുത്ത ഒരു മാസം കൊണ്ട് അവസാനിക്കാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണെന്നുള്ളൊരു കാര്യം എടുത്ത് ഓർമ്മിപ്പിച്ചു പോവാണ്. അതിൻ്റെ കൂടെ US നിന്ന് ടാക്സ് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോളിസി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് US എത്രമാത്രം ബാധിക്കും എന്നുള്ളൊരു കാര്യം അറിയില്ല. ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, പല കാര്യങ്ങളിലൂടെ, ഫോർ എക്സാമ്പിൾ താരിഫിലൂടെയൊക്കെ ഒരുപാട് പൈസ വരുന്നത് കൊണ്ടിട്ട് അവർക്ക് US ആൾക്കാർക്ക് ടാക്സ് കുറച്ച് കൊടുക്കും എന്നുള്ളൊരു ന്യൂസും കൂടെ US നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഇതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്പിൽ ഏർപ്പെടുത്തിയിട്ടുള്ള താരിഫ് 50% താരിഫാണ് നേരത്തെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സോ ആ ഒരു 50% താരിഫ് അത് ജൂലൈ 9 അതിൻ്റെ ഒരു തീരുമാനം വരുന്നത്. എത്രയായിരിക്കും താരിഫ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജൂലൈ 9 വരുന്നത്. സോ അതൊരു വലിയ ന്യൂസായിരിക്കും. അതിന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യമാണ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ന്യൂസും. അതിനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ, അത് ഈവൻ ബിഗർ ദാൻ നോൺ ഫാം പേറോൾ, ഈവൻ ബിഗർ ദാൻ ഫെഡ് ചെയർമാൻ പവലിനെ മാറ്റണം എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. സോ അതിലും വലിയ ന്യൂസാണ് ആക്ച്വലി ഈ പറയുന്ന യൂറോപ്യൻ കൺട്രീസിനെ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആ ഒരു താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി
പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ നമ്മൾ നേരെ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരുമ്പോൾ, JPY വീണ്ടും 144 മുകളിലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ 144 അവിടെ നിന്ന് ബൈ എടുക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. 142 വരെ ഇന്നലെ മാർക്കറ്റ് താഴെ പോയപ്പോൾ 142.75 വരെ വന്നിട്ടുള്ളൂ. ഉറപ്പായിട്ടും 142.10 142.20 അടുത്തൊക്കെ മാർക്കറ്റ് കിട്ടും എന്ന് തന്നെയാണ് എനിക്കെടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത്. അത് കിട്ടുന്ന സമയത്ത് അവിടുന്ന് നല്ലൊരു ട്രേഡ് എടുത്ത് പോവുക എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു പോകാനായിട്ടുള്ളത്. 142 എന്ന് പറയുന്ന സപ്പോർട്ടിൻ്റെ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് JPYയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, 141.40 താഴെ സ്റ്റോപ്പ് ലോസും വെക്കേണ്ടി വരും. യൂറോയിൽ വരുമ്പോൾ, യൂറോ ഇന്നലെ മാർക്കറ്റ് 1.1830 വരെ ഒക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, 1830 ആ റേഞ്ചിലോട്ടൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അവിടുന്ന് മാർക്കറ്റ് താഴോട്ട് പോവുകയും പിന്നീട് റീട്രേസ് ചെയ്ത് അവിടെ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ഈ 1.7500 എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിൻ്റെ അവിടെ ഒരു $50 ഒരു 50 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ആക്ച്വലി യൂറോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂറോയിൽ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂറോ ഉറപ്പായിട്ടും താഴോട്ട് പോകും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. 1.100 കിട്ടും എന്ന് തന്നെയാണ്. കാരണം ഈ പർട്ടിക്കുലർ ന്യൂസൊക്കെ വരാൻ കിടപ്പുണ്ടല്ലോ. ഏതാണ്? നമ്മുടെ താരിഫിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വരാൻ പോകുന്ന ന്യൂസുകളൊക്കെ വരാനായിട്ടുണ്ട്. സോ അത് ഒക്കെ കഴിയുമ്പോഴത്തേക്കും യൂറോ ഒന്നുകൂടെ നമുക്ക് താഴെ കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത്. സോ അവിടുന്ന് താഴേന്ന് ബോട്ടം ലെവലിൽ നിന്ന് മേടിക്കുക എന്നുള്ളതാണ് യൂറോയിൽ ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേണം എന്നുള്ള ആൾക്കാർക്ക് 1.1800 എന്ന് വേണമെങ്കിൽ സെല്ലും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്കെടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത്. നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം, GBP ഇന്നലെ 1.1378 വരെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് 100 പിപ്പോളം താഴെ നിൽക്കുന്നു. 1.3688 എന്ന് പറയുന്ന ലെവലിൽ നിൽക്കുകയും ചെയ്യുന്നു. സോ യൂറോയിലും എനിക്ക് അതേ കാര്യം തന്നെയാണ് പറയാനായിട്ടുള്ളത്. താഴെ വീണ് കിട്ടുമ്പോൾ വാങ്ങുക. അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.3500 ആണ്. അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി യൂറോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളൊരു കാര്യമാണ് എനിക്കെടുത്ത് ഓർമ്മിപ്പിച്ച് തരാനായിട്ടുള്ളത്. അല്ല, അവിടുന്ന് താഴെ നമ്മൾ നേരത്തെ, അതായത് അടുത്തൊരു ക്വാർട്ടർ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യത്തിനകത്ത് പറഞ്ഞപ്പോൾ 1.3500 അവിടുന്ന് നമ്മളൊരു ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.3 ലോട്ടും 1.3300 അവിടുന്ന് ബാക്കി 0.3 ലോട്ടും 1.3300 അവിടുന്ന് ബാക്കി 0.4 ലോട്ടും വാങ്ങാനായിട്ടുള്ളൊരു ലോങ്ങർ ടേം പ്ലാനാണ് ഞാൻ എടുത്ത് നേരത്തെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് എൻ്റെ എന്താ പറയുക, ഡിസ്ക്രിപ്ഷനിലില്ല. നിങ്ങൾ 3 ദിവസം മുന്നേ, ഈ സൺഡേ ആണ് ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ, ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 3338 എന്ന് പറയുന്ന റേഞ്ചിൽ തന്നെയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, 3330 സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 3330 മുകളിലായിട്ട് നമുക്ക് 2 മാർക്കറ്റ് ടൈമിങ്ങിൽ കയറി കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അവിടുന്ന് 2 മാർക്കറ്റ് കണ്ടീഷനിൽ കയറിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ മാർക്കറ്റ് 3340 മുകളിലുമായിരുന്നു അല്ലേ. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നിങ്ങൾക്കറിയാം 3360 പക്ഷേ അവിടുന്ന് സെല്ലെടുക്കാനായിട്ട് ചെയ്തില്ല പറഞ്ഞിട്ടില്ല, കാരണം എനിക്ക് അവിടെ വരെ പോകും എന്നറിയത്തില്ലായിരുന്നു. ഓക്കെ, സോ അവിടുന്ന് സെല്ലെടുത്തിട്ടുള്ള ആൾക്കാർക്കും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്ന് ഗോൾഡിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതോ ഇപ്പോൾ 10 മണിക്കുള്ള ക്യാൻഡിൽ നടക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാ ക്യാൻഡിൽസും 3330 മുകളിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ US സെഷൻ വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും ഓടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്നും ഇതിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പല രീതിയിലുള്ള ന്യൂസുകൾ വരാനുണ്ട്. താരിഫിൻ്റെ ആണെങ്കിലും വാറിൻ്റെ ആണെങ്കിലും ഒക്കെ ന്യൂസുകൾ വരാനായിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ
എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഇന്ന് 3330 മുകളിലായിട്ട് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ 3350 55 ലെവലിൽ നിന്ന് ബ്രേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറണം എന്നെടുത്ത് ഓർമ്മിപ്പിച്ചു പോവാണ്. അതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് പോകാനായിട്ടുള്ളൊരു പോസിബിലിറ്റി വളരെ കുറവാണ് എന്നുള്ളതാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിച്ച് തരാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. എന്താ പറയുക, പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കി ഇന്നാണ് ക്ലാസ് തുടങ്ങുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.